ഈ വീട്ടിൽ വന്നപ്പോൾ തൊട്ട് ഞങ്ങൾ ഭയങ്കരമായ കരിമ്പ് കൃഷിയിലൊക്കെ ആയിരുന്നു. പക്ഷേ ഈ സംഭവത്തിന് ഇതുവരെ ഒരു തണ്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. എപ്പോഴും ഈ സംഭവം തനിയെ ഒടിഞ്ഞു വീഴും. നോക്കുമ്പോഴത്തേക്കും ഒന്നുകിൽ ഇതിൻ്റെ ഉൾഭാഗത്ത് കേടായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചെതലരിച്ച പോലെ ഉണ്ടാവും. അങ്ങനെ ഞങ്ങളിത് മൊത്തത്തിൽ കാണുമ്പോൾ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രം എന്ന മട്ടിൽ ഈ ഒരു മൂലയ്ക്ക് ഇങ്ങനെ നിർത്തിക്കുമായിരുന്നു. ഈ ഇടയ്ക്കാണ് നമ്മൾ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു സീതപ്പഴത്തിൻ്റെ തൈയും മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ആയിട്ട് കരിഞ്ഞു പോയ പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് പറിച്ച് കളയാൻ നിൽക്കുമ്പോഴാണ് ഇന്നലെ നോക്കുമ്പോൾ അതിൽ 2 കുഞ്ഞി ഇല വന്നിട്ടുണ്ട്. ചത്തുപോയ ചെടി എഴുന്നേറ്റ് വന്ന് കണ്ടപ്പോൾ സന്തോഷമൊക്കെ തോന്നിയെങ്കിലും സൂര്യൻ നേരിട്ടടിക്കുന്ന ഭാഗമായതുകൊണ്ട് തന്നെ എത്രയും വേഗം ഒരു സൺഷെയ്ഡ് സെറ്റാക്കി കൊടുത്തില്ലെങ്കിൽ പണി കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ച് വേഗത്തിൽ ഈ കരിമ്പൊക്കെ ഒന്ന് മുറിച്ച് മാറ്റിയിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ഷെയ്ഡ് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് വെട്ടുകത്തിയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കരിമ്പ് വെട്ടിയെടുത്തപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ അതേ ഉൾഭാഗമൊക്കെ ഇങ്ങനെ ഒരു പർപ്പിൾ കളറായിട്ട് വെള്ളമൊക്കെ ഒലിച്ചിട്ട് ആകെ അവിയൽ പരുവത്തിലാണുള്ളത്. എന്നാലും വെറുതെ ഒന്ന് മേൾഭാഗത്തേക്ക് ഒടിച്ചൊടിച്ച് വന്നപ്പോഴത്തേക്ക് കുറച്ച് ഭാഗം കഴിഞ്ഞപ്പോഴത്തേക്ക് കേടക്കം മാറിയിട്ട് നല്ല ഭാഗമൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ വെള്ളമൊക്കെ കൂടുതൽ ഒഴിച്ചിട്ട് ഓവർ പരിചരണം കൊടുത്തിട്ടാണോ ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് അറിയില്ല. എന്തായാലും ഒരു പീസെങ്കിൽ ഒരു പീസ് ഞങ്ങൾക്ക് കഴിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല മധുരവും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സന്തോഷമൊക്കെ ഒന്ന് പങ്കുവെച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് സൺഷെയ്ഡ് കെട്ടാനുള്ള പരിപാടിയിലേക്കാണ്.